അരണക്കൽ ഗ്രാമ്പി പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം. വയനാട് ജില്ലയിൽ നിന്നുള്ള വിദഗ്ധ RRT ടീമിനെ കടുവയെ പിടികൂടുന്നതിനായി വണ്ടിപ്പെരിയാറിൽ ഇറക്കി വനം വകുപ്പ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓരോ ചുവടിലും ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ, കുമളി. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അരണക്കൽ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കാണുന്നത്. തുടർന്ന് വനം വകുപ്പ് ഈ പ്രദേശത്തായി 4ഓളം കൂടുകളാണ് സ്ഥാപിച്ചത്. എന്നാൽ മൂന്നാറിൽ നിന്നും കൂടുവെച്ച് പിടിച്ചുകൊണ്ടുവന്ന കടുവ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കൂട്ടിൽ കയറുന്നില്ല. പകരം കയറുന്നതാകട്ടെ പുലിയാണ്. ഇന്നലെയും പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുകയും ചെയ്തു. ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശത്തു നിന്നും പുലി സ്ഥിരമായി മേഖലയിൽ എത്താറുണ്ട്. എന്നാൽ കടുവ അങ്ങനെയല്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വനംവകുപ്പ് റേഡാറിലുള്ള നിരീക്ഷണം മാത്രമാണ് നടത്തി വന്നിരുന്നത്. മനുഷ്യന്റെ സാന്നിധ്യം പ്രദേശത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയ കടുവ ഇപ്പോൾ ഉൾവനത്തിൽ നിന്നും ജനവാസ മേഖലയിൽ എത്താൻ തുടങ്ങിയതിന്റെ സൂചനയായാണ് വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ആശയവിനിമയ സംവിധാനത്തിലൂടെ ഫോറസ്റ്റിന് സിഗ്നൽ ലഭിച്ചത്. റേഡിയോ കോളർ വഴിയുള്ള സാറ്റലൈറ്റ് സിഗ്നൽ ലഭിക്കാതായിട്ട് ഒരു മാസത്തിലേറെയായി. ഇതിനിടയിൽ ദൗത്യം നിർത്തിയേക്കാം എന്ന പദ്ധതി തയ്യാറാക്കുമ്പോഴാണ് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ തന്നെ കടുവ കുടുങ്ങുന്നത്. ഇതോടെയാണ് വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക കടുവ പിടിക്കുന്ന RRT ടീമിനെ തന്നെ കളത്തിൽ ഇറക്കി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യം 5 പേരടങ്ങുന്ന സംഘമാണ് അരണക്കൽ മേഖലയിൽ എത്തിയത്. ഇവർ കടുവയുടെ നീക്കങ്ങളും മറ്റും നിരീക്ഷിക്കുകയും തുടർന്ന് കൂടുതൽ ടീം അംഗങ്ങൾ സ്ഥലത്തെത്തി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ജീവിച്ചിരിപ്പുമില്ല. എന്തായാലും സർവ്വസന്നാഹങ്ങളിലും കെണി ഒരുക്കി കടുവയെ പിടികൂടാനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ് വനം വകുപ്പ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.